ഹലോ ഹായ് നമസ്തേ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ച ദിവസത്തെ ഡ്യൂട്ടീസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചോറൊക്കെ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി കറിയുടെ ഒരു ഫിനിഷിങ്ങിലാണ്. അപ്പോൾ തോരൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു വഴുതിരിങ്ങ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, യെസ്, ഇത് കയ്പക്ക മെഴുക്ക് വരട്ടിയാണ്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി വഴറ്റണം. കയ്പക്ക മെഴുക്ക് വരട്ടി. ഓക്കെ, ഇത് കറിയാണ്, അതൊന്ന് നോക്കട്ടെ. യെസ്, അതിന് കറിക്ക് കടുക് ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അപ്പോൾ 2 വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. പരിപ്പ് കറിയാണ്, പരിപ്പ് കറി. യെസ്, വെളുത്തുള്ളി ഉണ്ടോയെന്ന് അറിയത്തില്ല. അല്ലേ, ഇതുപോലത്തെ കളർ കാണിക്കണം വെളുത്തുള്ളി. എന്താണെന്ന് അറിയത്തില്ല, അത് പറ്റത്തില്ലല്ലോ. ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഒക്കെ അങ്ങനെയാണ്, മഴയായതുകൊണ്ടാണോ അറിയത്തില്ല. മഴയായത് കൊണ്ടാണെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. വെളുത്തുള്ളിയിൽ ഇങ്ങനെ കളർ മാറി നിൽക്കണം. ഇത് കുഴപ്പമില്ല, 2 കിട്ടിയില്ല. 2 കുഴപ്പമില്ല. ഓക്കെ, 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്പക്ക മെഴുക്ക് വരട്ടി ഇവിടെ ആയിട്ടുണ്ട്. ഇതാ മെഴുക്ക് വരട്ടി ഇവിടെ ആയിട്ടുണ്ട്. ഇനി 2 കായ്മുളക് ഇടാറുണ്ട്, ഞാൻ ലേറ്റായി ഇടാൻ. മഴയായതുകൊണ്ടേ കായ്മുളക് വേഗത്തിലങ്ങ് വിട്ടുപോയി. യെസ്, 2 കായ്മുളക് ഇടുന്നുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പോണതേ ഉള്ളൂ. കുറച്ച് കറിവേപ്പില അരിയിടുന്നുണ്ട്. ഇതൊക്കെ കാലത്ത് കഴിയുന്നതാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് ലേറ്റ് ആക്കിയതാണ്. ഇല്ലെങ്കിൽ ഇതൊക്കെ കാലത്തേ കഴിയുന്ന ഡ്യൂട്ടീസാണ്. ഓക്കെ, ഇനി അതൊരു ബോളിലേക്ക് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് വേണം പരിപ്പ് കറിക്ക് കടുക് പൊട്ടിക്കാൻ. കുഴപ്പമില്ല. ഇതാണ് കയ്പക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? കണ്ടോ 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 കണ്ടോ.
അപ്പോൾ അതിനും വേണം, കായ്മുളകും വേണം, ഇതിനും വേണം, കായ്മുളകും വേണം, കറിവേപ്പിലും വേണമല്ലോ മാറ്റി കടുപൊട്ടിക്കും ഇടാൻ. ജനാല അടച്ചു വെച്ചൊക്കെ തുറന്നു വെച്ചു. ഓക്കെ ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടട്ടെ കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി അതിട്ടു. ഒന്ന് വഴറ്റട്ടെ. കറിവേപ്പില, കായമുളക്, കടുകൊക്കെ കിടക്കാൻ വെച്ചാൽ ഓക്കെ ഓക്കെ. വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു പരിപ്പിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണില്ലല്ലേ, ഞാനത് മാറ്റിത്തരാം. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വഴുതന ഉണ്ടല്ലോ, അതിനൊന്ന് ഫ്രൈ ചെയ്യണം. യെസ്, ഇതാ വഴുതനയുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, അത് യൂട്യൂബ് മാമൻ ഹൈലൈറ്റ് ആയിട്ട് വെച്ചായിരുന്നു. യെസ്, കുഴപ്പമില്ല, സൂപ്പറാണ്. ഓക്കെ, ഇങ്ങനെ ആയതിൽ കട്ട് ചെയ്യേണ്ടത് റൗണ്ടായിട്ടാണ്, കുഴപ്പമില്ല. അപ്പം നമുക്കിത് വഴുതന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. റൗണ്ടിലേ എടുക്കേണ്ടത്, പക്ഷെ പറ്റിയില്ലല്ലോ. ഇത്തിരി നേർമയായിട്ട് എടുക്കുക. യെസ്, ഓക്കെ. നല്ല ടേസ്റ്റാണ്. മുള്ളില്ലാതെ മീൻ എന്ന് പറയും. വഴുതിൻ്റെ ഫ്രൈക്ക് ഞങ്ങൾ പറയും മുള്ളില്ലാതെ മീനാണ്. നല്ല ടേസ്റ്റാണ്. വഴുതിനെയൊക്കെ നേരത്തതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് കഴുകിയിട്ട് ഒന്നും കൂടി കഴുകിയിട്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർക്കണം. കുറച്ച് ഞാൻ കുരുമുളക് പൊടിയും ചേർക്കും. അപ്പോൾ പാനിൽ വെച്ചു, ചൂടാവട്ടെ. യെസ്, മഞ്ഞൾ, ഉപ്പ്, മുളകൊക്കെ ഇതിലുണ്ട്. കുറച്ചെടുക്കട്ടെ. കുറച്ച് മാത്രമേ ഇതിന് വേണ്ടത്, ഇതിന് ആവശ്യമുള്ളല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടി വേറെ തന്നെ വെക്കുന്നുണ്ട്. മുളക് അതിൽ എടുത്തു വെച്ചത് കഴിഞ്ഞു, ഞാൻ കുറച്ചും കൂടി എടുക്കുന്നുണ്ട്.
ഉപ്പ് അത് ആവശ്യത്തിന്. സ്പൂണൊക്കെ ഉണ്ട്, ഞാൻ എന്നാലും കയ്യിൽ എടുത്ത്. സ്പൂണിന് വേണം. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും മുളകും മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇനി ലേശം കുരുമുളക് പൊടി ഇടണം. പെപ്പർ പൗഡർ യെസ് കുറച്ചിട്ടു. അപ്പോൾ പാനിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ ഒഴിക്കാം. യെസ് യെസ് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി ഉണ്ട്, അതുകൊണ്ടാണ് ചേച്ചി കുറച്ച് എടുത്തത്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത വഴുതിനെ അതിലിടുക. ഓക്കെ, ചൂടായി. വഴുതിനെ കട്ട് ചെയ്ത് ഇട്ടിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ വഴുതിനങ്ങൾക്കും ഉപ്പും മുളകൊക്കെ കറക്റ്റായിട്ട് എത്തണം. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം. എണ്ണ ചൂടായി, ഞാൻ ഇച്ചിരി സമയം കൂടുതൽ എടുത്തു. അപ്പോൾ കണ്ടില്ലേ, മീനിന് നമ്മളെ ഉപ്പും മുളകൊക്കെ ചേർത്താക്കുന്ന പോലെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പാന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇതിനെടുത്ത് വെക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില ജസ്റ്റ് ഒന്ന് ഇട്ടാം. അപ്പോൾ വേണില്ലേ, നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വെക്കാം. രണ്ട് സെക്കൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം. ആവശ്യത്തിന് എടുത്തു വെച്ചതൊക്കെ പെട്ടെന്ന് കൈയോടെ എടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഓക്കെ ഓക്കെ, ഫ്രൈ ആവണം കേട്ടോ, ഒരു ഭാഗം ഫ്രൈ ആയി. ശർക്കര കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ,
വഴുതിനിങ്ങ വഴുതിനിങ്ങ ഫ്രൈ മാത്രമല്ല കേട്ടോ, വഴുതിനിങ്ങ വെച്ചിട്ട് കുറേ ഡിഷസ് ഉണ്ടാക്കാം. സൂപ്പറാണ്. ഹിന്ദിക്കാരൊക്കെ നല്ല നല്ല സൂപ്പർ ഡിഷസ് ഒക്കെ ഉണ്ടാക്കും. ഞങ്ങളിത് ഫ്രൈ ചെയ്യും. ഓക്കെ, കണ്ടില്ലേ, ഒരു ഭാഗം ആയിട്ടുണ്ട്. കണ്ടോ കണ്ടോ, കണ്ടില്ലേ? അപ്പോൾ വഴുതിനിങ്ങൻ്റെ ഫ്രൈ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. ഇത് വഴുതിനിങ്ങ ഫ്രൈ ചെയ്തിട്ടുണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു 10 മിനിറ്റിനുള്ളിൽ കഴിക്കണം. അപ്പോഴേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒരു മാറ്റം വരും. മീൻസ് തണുത്ത് കഴിഞ്ഞാൽ അത്ര ഇത് പോരാ, കാരണം ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല രസം. മീൻസ് സൂപ്പർ. അങ്ങനെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ബോളിലൊക്കെ മാറ്റാമേ. യെസ് യെസ്. അപ്പോൾ ഇന്നത്തെ 2 ഡിഷസ് തയ്യാറായിട്ടുണ്ട്. ഒരെണ്ണം കൈപ്പക്ക മെഴുക്ക് വരട്ടി, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തയ്യാറാക്കുന്നുണ്ട്. ഇത് വഴുതിന ഫ്രൈ. ഓക്കെ, അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ടാറ്റാ. പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. മത്സ്യം കിട്ടിയിട്ടില്ലെങ്കിലും ഇതാണ് ഞങ്ങൾ ചെയ്യാറ്. ഓക്കെ, എല്ലാവരും കമൻസൊക്കെ അറിയിക്കണം കേട്ടോ.